ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ 100% ആയ വെജിറ്റേറിയൻ അച്ചാറുകളാണ്. വെജിറ്റേറിയൻ അച്ചാറുകൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ പെരിങ്ങോഡൻസ്. അപ്പോൾ ആദ്യത്തെ അച്ചാറാണ്, അച്ചാറെന്ന് പറയാൻ പറ്റില്ല, ഉപ്പിലിട്ട് നാരങ്ങ. അപ്പം ഞാനത് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഉപ്പിലിട്ട നാരങ്ങ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അത് എൻ്റെ വായിലോടി കപ്പിലോടിക്കാനുള്ള വെള്ളമായി. ഇത് കണ്ടോ, ഇതാണ് ഉപ്പിലിട്ട നാരങ്ങ. ഇതിങ്ങനെ ഇതിൽ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല ഉടഞ്ഞ് കാണിച്ച ഇത് കണ്ടോ, ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുന്ന പരുവമായിട്ട് ഇത് വായിൽ വെള്ളം വരുന്നു. നുണക്കുഴി വരുന്ന പൊളി സാധനം. ഇതിലെനിക്ക് തോന്നുന്നത് മുളക് പൊടി ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് നാരങ്ങയും വെളുത്തുള്ളിയാന്ന് തോന്നുന്നു. അല്ലല്ലല്ല, കാന്താരി മുളകാണേ. കാന്താരി മുളകും സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ പഞ്ച് സാധനം എന്ന് പറഞ്ഞാൽ പഞ്ച് സാധനം. അപ്പം പൊളി സാധനം കേട്ടോ. ഇതുവരെ ഉപ്പിലിട്ട് നാരങ്ങ കഴിക്കാത്ത ആളുകൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരു ചൂട് കഞ്ഞിയുടെ കൂടെ വേറെ ഒരു സാധനം വേണ്ട, ജസ്റ്റ് ഇതൊരു ഇച്ചിരി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്വർഗം. അടുത്ത ഒരു അടിപൊളി സംഭവമാണ്, ഇത് കഴിയാറായി. അടിപൊളി സംഭവമാണ് ആവയ്ക്ക മാങ്ങ അച്ചാർ. ഇത് നമ്മുടെ മാങ്ങച്ചാറാണ്. കാണുന്നില്ലേ, നല്ല വലുപ്പമുള്ള പീസാണ്. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുത്ത് കഴിക്കാം. ഇതാണ് നമ്മുടെ ആവയ്ക്ക മാങ്ങ അച്ചാർ. ഈ മാങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സീഡിൻ്റെ ഭാഗത്തോടു കൂടിയാണ് പീസസ് ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലഷി ഭാഗം ഇങ്ങനെ എടുത്ത് കഴിക്കാം. നല്ല പുളി, നല്ല എരിവ്, നല്ല അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. അടുത്തത് വേറൊരു പുളി ഐറ്റമാണ്, നമ്മുടെ ഉപ്പിലിട്ട കാന്താരി മുളക്. ഇത് ആക്ച്വലി വന്നപ്പോൾ ചെറിയ രീതിയിൽ ലീക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് പോയി. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട കാന്താരി മുളക്. ഇത് എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. കഞ്ഞിയുടെ കൂടെ, പ്രത്യേകിച്ച് പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത്, നമുക്ക് വായിക്ക് രുചിയൊന്നും ഇല്ലാതെ, നമുക്കൊരു പഞ്ചില്ലാതെ തോന്നുന്ന സമയത്ത് അടിപൊളി സാധനമാണ്. സൂപ്പർ പൊളി സാധനം കേട്ടോ. അപ്പം നമുക്ക് ഇത് കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ഇതെങ്ങനെയാണ് കഴിക്കാമെന്ന് കാണിച്ചു തരാം. നല്ല പുഴുക്കലരി, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട്, ശരിക്കും കഞ്ഞിയുടെ കൂടി ഉണ്ടാവും എളുപ്പപ്പണി. നമ്മളിങ്ങനെ എടുത്തിട്ട് കിൻഡൽ കണക്കിന് ചോറ് ഈ അച്ചാർ മാത്രം കൂട്ടിയിട്ട് കഴിക്കാം. ആവയ്ക്ക മാങ്ങ നമ്മളിങ്ങനെ ചോറിൽ മിക്സ് ചെയ്തിട്ട് വെജിറ്റേറിയൻ അച്ചാറുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ വിജയശ്രീയുടെ പെരിങ്ങോഡൻസ് ബ്രാൻഡിൻ്റെ അച്ചാറുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വിജയശ്രീയുടെ വേറെ കായനെല്ലിക്ക, പിന്നെ കൈപ്പയ്ക്ക, നാരങ്ങ, ഇതൊക്കെ ഞാൻ മുന്നേ ടേസ്റ്റ് ചെയ്ത സംഭവമാണ്. ഒക്കെ പൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പം ഇതുപോലെ ചോറും അച്ചാറും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.